ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിയ ടോക്സ്. അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് ജെൻഡർ പ്രൊഡക്ഷന്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ടിൽ 17 സിംറ്റംസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേർക്ക് പലതരത്തിലുള്ള സംശയമുണ്ടായിരുന്നു, ഒരുപാട് കമന്റ്സുകൾ വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ചൈനീസ് കലണ്ടർ വെച്ചിട്ടുള്ള ചോദിച്ചതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. ചിലവർക്കൊക്കെ അത് റോങ് ആയിരുന്നു. പക്ഷെ നിങ്ങൾ അത് മാത്രം കാൽക്കുലേറ്റ് ചെയ്യരുത്. അതിന്റെ മൊത്തമായിട്ട് എങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. 90%ഓളം ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ബേക്കിംഗ് സോഡ വെച്ച് ടെസ്റ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ രാവിലത്തെ യൂറിൻ എടുത്തതിന് ശേഷം കുറച്ച് ബേക്കിംഗ് സോഡ അതിലിട്ടിട്ട് നന്നായിട്ട് പതഞ്ഞു വരികയാണെങ്കിൽ അത് ആൺകുട്ടിയെന്ന് ഒരു വ്യത്യാസമില്ലായിരിക്കുന്നെങ്കിൽ അത് പെൺകുട്ടി ഒന്നാണ് പറയുന്നത്. പക്ഷെ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പുതിയ പാക്കറ്റ് തന്നെ എടുത്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് നാൾ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. ഇത് 90%ഓളം കറക്റ്റ് റിസൾട്ട് എന്ന് പറയാനുള്ള കാരണം നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് ആണ് നമുക്കിതിൽ കറക്റ്റ് ആയിട്ട് വ്യക്തമാക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യുമ്പോൾ ഹോർമോൺ കറക്റ്റായ രീതിയിൽ ചേഞ്ചസ് വരുന്നത് കൊണ്ട് നമുക്ക് കുട്ടിയാണോ പെണ്ണോ എന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. അടുത്ത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് റെഡ് ക്യാബേജ് വെച്ചിട്ടുള്ളത്. 2 ഗ്ലാസ് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം കുറച്ച് റെഡ് ക്യാബേജ് അരിഞ്ഞ് അതിലിടുക. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ റെഡ് ക്യാബേജിലെ കളറെല്ലാം അതിലിറങ്ങി കഴിയും. എന്നിട്ട് അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം അതിൽ നിന്ന് എടുത്തു വെച്ചതിന് ശേഷം 1/2 ഗ്ലാസ് യൂറിനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് മാറ്റി വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ലൈറ്റ് പിങ്ക് കളറോ റെഡ് കളറോ വരുന്നു എങ്കിൽ അത് ആൺകുട്ടിയും, ബ്ലൂ കളർ ആണെങ്കിൽ അത് പെൺകുട്ടിയുമാണ്. ഇത് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇതിന് മുന്നത്തെ ജെൻഡർ പ്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ 17 സിംറ്റംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കുട്ടിയാണോ പെണ്ണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ എല്ലാവരും കമന്റ് ചെയ്ത് ചോദിക്കുന്നത് ചൈനീസ് കലണ്ടറിനെ പറ്റിയാണ്. എന്നിട്ട് കുറെ പേർക്ക് റോങ്ങും കുറെ പേർക്ക് കറക്റ്റുമായിരിക്കും. എന്നാൽ ആ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഈ 17 സിംറ്റംസും നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതുക. എന്നിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൺകുട്ടിയുടെ ലക്ഷണമാണോ പെൺകുട്ടിയുടെ ലക്ഷണമാണോ നോക്കിയിട്ട് അവിടെ നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര എണ്ണം ഒരുപോലെ വരുന്നുണ്ടെന്ന് നോക്കുക. ഏറ്റവും കൂടുതൽ ഒരുപോലെ കിട്ടുന്ന ഏതാണോ അതായിരിക്കും നിങ്ങളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. പലരും 1-2 സിംറ്റംസ് മാത്രം നോക്കുക, അല്ലെങ്കിൽ കലണ്ടറിനെ മാത്രം ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. ഈ 17 സിംറ്റംസിന്റെ കൂടെ പറഞ്ഞ ഒന്നാണ് ഈ കലണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് ചോദിച്ചിട്ട് അത് നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഒരുപോലെ വരുന്ന റിസൾട്ടാണ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഗൂഗിളിൽ നോക്കുമ്പോൾ ചൈനീസ് കലണ്ടറിൽ വ്യത്യാസം വരുന്നുണ്ട്. പഴയ മോഡലിലും പുതിയ മോഡലിലും 2 വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. കാരണം എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ലാസ്റ്റ് LMB നോക്കി കഴിയുമ്പോൾ നമുക്ക് എത്ര വയസ്സ് തികഞ്ഞിട്ടുണ്ടോ ആ വയസ്സാണ് കണക്കാക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ മോഡലിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് വയസ്സ് തികഞ്ഞ് 2-3 മാസം കഴിഞ്ഞാലും തികയാത്ത വയസ്സാണ് അവരെടുക്കുന്നത്. അപ്പൊ അതിലും ചിലർക്ക് വ്യത്യാസം വരാറുണ്ട്. പിന്നെ ഇതെല്ലാം ഒരു മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ തറയിൽ ഗർഭിണികൾ ഇരുന്നിട്ട് എണീക്കുമ്പോൾ ഇടത് കൈ കുത്തിയാണ് എണീക്കുന്നതെങ്കിൽ അത് പെൺകുട്ടിയുടെ ലക്ഷണവും, വലത് കൈ കുത്തി എണീക്കുന്നെങ്കിൽ ആൺകുട്ടിയുടെ ലക്ഷണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ഏത് വീഡിയോയിൽ എന്ത് സിംറ്റംസ് പറഞ്ഞാലും നിങ്ങൾ അതെല്ലാം ഒരു പേപ്പറിൽ എഴുതുക ആദ്യം. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന കറക്റ്റ് സിംറ്റംസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തി വെക്കുക. എന്നിട്ട് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഒരുവിധം ആക്യുറേറ്റ് ആയിരിക്കും. ചിലർക്ക് കഴുത്തിലെ കറുപ്പ് വെച്ചിട്ട് കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പറയാറുണ്ട്. പക്ഷെ അതൊക്കെ വെറും നോർമലാണ്. കാര്യം ചിലരിൽ കാൽസ്യത്തിന്റെ ഗുളിക കഴിക്കുമ്പോൾ, അയണിന്റെ ഗുളിക കഴിക്കുമ്പോഴൊക്കെ കഴുത്തിൽ കറുപ്പ് വരാറുണ്ട്. അതൊന്നും വെച്ചിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പ്രഗ്നൻസി ആയിരിക്കുമ്പോൾ ഒരുപാട് എരിവ് കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ആൺകുഞ്ഞായിരിക്കുമെന്ന് പറയുന്നു. കാരണം എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾക്ക് ഇച്ചിരി ദേഷ്യം മുന്നിട്ട് നിൽക്കുന്ന സ്വഭാവക്കാരാണ്. അതുകൊണ്ടാണ് പ്രഗ്നൻസി ടൈമിൽ നമുക്ക് അധികമായിട്ട് എരിവ് കഴിക്കാൻ തോന്നുന്നത്. പ്രത്യേകിച്ച് കാന്താരി മുളകൊക്കെ കഴിക്കാൻ തോന്നുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വയറിൽ ഒരു ഡാർക്ക് കളർ ലൈൻ ഇങ്ങനെ നേരെ പൊക്കിളിന് നേരെ ഇങ്ങനെ താഴോട്ട് കാണുകയാണെങ്കിൽ അത് ആൺകുട്ടിയുടെ ലക്ഷണം എന്നാണ് പറയുന്നത്. അപ്പൊ അതും നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. 8 മാസം കഴിയുമ്പോൾ ആ ലൈൻ തെളിഞ്ഞു വരത്തുള്ളൂ. അപ്പൊ അതും നിങ്ങൾക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാം. ഇതെല്ലാം നമ്മൾ നോക്കുന്നത് നമ്മുടെ ഒരു സന്തോഷത്തിനും അറിയാനുള്ള ഒരു ആഗ്രഹവും കൊണ്ടാണ് നോക്കുന്നത്. എല്ലാം കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞിന്റെ കൈ കിട്ടുമ്പോൾ നമ്മൾ എല്ലാം മറക്കുന്നു. കാരണം കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ നമ്മൾ ഏത് കുഞ്ഞായാലും വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു.
എല്ലാ സിംറ്റംസും നോക്കി വിഷമപ്പെടുന്നതിനേക്കാൾ നല്ലത് ദൈവം ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തരണമെന്ന് മാത്രമാണ് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കാര്യം ഏതൊരു കുഞ്ഞിനെ കിട്ടിയാലും നമുക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളിപ്പോൾ ഈയിടെയായിട്ട് മറന്നു പോകുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.